അമ്മു സജീവിന്റെ മരണത്തിൽ ദുരൂഹത മാറുന്നില്ല. കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരം സ്വദേശിനിയായ അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയത്. തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നതിനിടെ യുവതി മരണപ്പെടുകയും ചെയ്തു. മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. അമ്മുവിന് സഹപാഠികളായ 3 പേരിൽ നിന്ന് കടുത്ത മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ക്ലാസ്സിലും ഹോസ്റ്റലിലും നിരന്തരം ഈ വിദ്യാർത്ഥിനികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ടൂർ കോർഡിനേറ്ററായി അമ്മുവിനെ ചുമതലപ്പെടുത്തിയത് ഇവർ എതിർത്തിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചായിരുന്നു അമ്മുവിന്റെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചത്. ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് അമ്മു ചാടിയ ദിവസവും ഇവരും അമ്മുവുമായി ക്ലാസ്സിൽ വെച്ച് വഴക്കുണ്ടായതായും പോലീസ് പറയുന്നു. ക്ലാസ്സിൽ നിന്ന് വന്നയുടൻ തന്നെ അമ്മു കെട്ടിടത്തിന്റെ മുകളിൽ കയറി ചാടുകയായിരുന്നുവെന്നാണ് ഹോസ്റ്റൽ വാർഡൻ അന്നു പറഞ്ഞത്. ഹോസ്റ്റലിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അമ്മുവിന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ്. അതേസമയം ഇപ്പോൾ ഇതാ അമ്മുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 4ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന അമ്മുവിന്റെ തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കുകളാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. തലച്ചോറിലും തലയോട്ടിയുടെ 2 ഭാഗങ്ങളിൽ നിന്നും രക്തം വാർന്നിരുന്നു. വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ട്. ഇടുപ്പല്ല് തകർന്നതിനെ തുടർന്ന് രക്തം വാർന്നു പോയിരുന്നു. വലത് ശ്വാസകോശത്തിന് താഴെയായി ചതവുമുണ്ടായിട്ടുണ്ട്. പ്രതികളായ വിദ്യാർത്ഥികളെ ഒരു വശത്തും അമ്മുവിനെ ഒരു വശത്തും നിർത്തിക്കൊണ്ട് കൗൺസിലിംഗ് എന്ന പേരിൽ കുറ്റവിചാരണ നടത്തിയിരുന്നു എന്ന വിവരവും പുറത്തു വന്നിരുന്നു. 2 മണിക്കൂറിലധികമാണ് അധ്യാപകനായ സജി അമ്മുവിനെ കുറ്റവിചാരണ ചെയ്തതെന്നും ഇതിനുശേഷമാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അമ്മു വീണ് മരിച്ചതെന്നും അച്ഛൻ സജീവും പറഞ്ഞിരുന്നു. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും അച്ഛൻ പറഞ്ഞിരുന്നു. ഒരു തവണ പറയുന്ന കാര്യമല്ല പ്രിൻസിപ്പൽ പിന്നീട് പറയുന്നതെന്നും പല കാര്യങ്ങളാണ് അവർ പറയുന്നതെന്നും സജീവ പറഞ്ഞിരുന്നു. അതേസമയം നേരത്തെ കേസിൽ പത്തനംതിട്ട DYSPക്ക് മുൻപിൽ ഹാജരായി അമ്മുവിന്റെ മാതാപിതാക്കൾ മൊഴി നൽകിയിരുന്നു. മകൾക്ക് സഹപാഠികളായ 3 വിദ്യാർത്ഥിനികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മാനസിക പീഡനത്തെക്കുറിച്ച് വിശദമായ മൊഴി നൽകിയെന്ന് അച്ഛൻ പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിന് വീഴ്ച പറ്റി. മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടതായും അച്ഛൻ സജീവ് വ്യക്തമാക്കി. അതേസമയം തന്നെ അമ്മു ആ ദിവസം ഒന്നും തന്നെ കഴിച്ചിരുന്നില്ല എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട്. കൊടിയ മാനസിക പീഡനം തന്നെയായിരിക്കും ഒരുപക്ഷെ പെൺകുട്ടി അനുഭവിച്ചിരുന്നത്. അപ്പുറവും ഇപ്പുറവും നിന്ന് നിരവധി പേർ അമ്മുവിനെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു മാനസിക സംഘർഷത്തിൽ തന്നെയായിരിക്കും പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് കരുതപ്പെടുന്നുണ്ട്. അതേസമയം ഇത് ഒരു ആത്മഹത്യയാണോ അതുപോലെ തന്നെ കൊലപാതകമാണോ എന്നും ഇനി കണ്ടെത്തേണ്ടതുണ്ട്. കൂടെ താമസിക്കുന്ന വിദ്യാർത്ഥിനികളിൽ നിന്ന് അമ്മു നേരിട്ടത് കടുത്ത മാനസിക പീഡനം തന്നെയായിരുന്നു. മാത്രമല്ല ഇതിൽ ഒരു അധ്യാപകനും പങ്കുണ്ട് എന്ന് തന്നെ പറയപ്പെടുന്നുണ്ട്.